ഇന്ന് 3 തരം വെറൈറ്റീസ് ഓഫ് ദോശ ചമ്മന്തീസ് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും വളരെ നന്നായിരിക്കും. ഇത് ആദ്യത്തേത് കാന്തി മുളക് എന്നാണ് പറയുന്നത്. എനിക്ക് ആ പേര് എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. അതിന് ഒരു പിടി ഉഴുന്നുപരിപ്പ് എടുക്കുന്നുണ്ട്, ഒരു 10 കപ്പൽ മുളക് അതായത് വറ്റൽമുളക് എടുക്കുന്നുണ്ട്, ഉപ്പ്, ചെറിയുള്ളി ഒരു 10 അല്ലി, 4 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, മല്ലിയില, കറിവേപ്പില. ആദ്യം തന്നെ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ആ ഒരു പിടി ഉഴുന്നും പരിപ്പിനെ നമ്മൾ നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഒന്നുപോലെ വറുത്തെടുക്കണം. ഇതുപോലെ ആവണം കേട്ടോ. മുളകും അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കുക. രണ്ടും നല്ല ബ്രൗൺ നിറമാവണം. പിന്നെ നമ്മൾ ആ ഓയിലിൽ തന്നെ ചെറിയുള്ളി 10 അല്ലി എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിൽ 4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതും ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി അതിലേക്ക് വഴണ്ട് വരാനായിട്ട് മുറിച്ച് മൂപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ മുളകും ആദ്യം തന്നെ ഉപ്പും മുളകും ഉഴുന്നുപരിപ്പും കൂടെ ഒന്ന് മിക്സി ജാറിൽ തണുത്ത ശേഷം ഒന്ന് പൊടിച്ച് എടുക്കുക. പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്യുക, ഒന്നും കൂടെ അരച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആ ജാറ് കഴുകിയ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്തോളൂ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയാൽ വളരെ ടേസ്റ്റാണ്. ഇത് യാത്രയ്ക്കൊക്കെ എത്ര ദിവസം ആണെങ്കിലും കേടുകൂടാതിരിക്കും. ഒരു 4-5 ദിവസമൊക്കെ നമുക്കിത് ട്രെയിൻ യാത്രയ്ക്ക് ഞങ്ങൾ മെയിനായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു ദോശ ഇഡ്ഡലി ചമ്മന്തിയാണിത്. അപ്പോൾ അടുത്ത ചമ്മന്തി എന്ന് പറയുന്നത് ഗ്രീൻ ചില്ലി വെച്ചിട്ടാണ്. ഗ്രീൻ ചില്ലി ഞാൻ 4 എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയുള്ളി ഒരു 20 അല്ലിയെങ്കിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉപ്പ്, മല്ലിയില, ഒരു തക്കാളി വലുതെടുത്തിട്ടുണ്ട്. പിന്നെ താളിക്കാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചമുളകും ഉള്ളിയും തക്കാളിയും കൂടെ ഉപ്പും ചേർത്ത് ഗ്രൈൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ മല്ലിയിലയും മിക്സിയിൽ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് താളിക്കുക. അതായത് കടുക് 1/2 സ്പൂണ്, കറിവേപ്പിലയും ചേർത്ത് താളിച്ചിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് താളിക്കുക. അടുത്തത് നമ്മൾ ചുവപ്പ് തക്കാളി മുളക് എന്നാണ് പറയുക. അതിന് നമ്മൾ ഇതുപോലെ വറമുളക് ഒരു 6 എണ്ണം എടുത്തിട്ട് ഉപ്പിട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. അതിൽ 2 സവാള കട്ട് ചെയ്തിടുക, ഒരു തക്കാളിയും കട്ട് ചെയ്തിടുക. അത് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക, കറിവേപ്പില അതുപോലെ ചേർക്കുക. ഗ്രൈൻഡ് ചെയ്ത ഈ ചട്നിയും അതിലേക്ക് ചേർക്കുക, ഈ ചമ്മന്തിയും ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദോശയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചട്നി.